BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PP മുകുന്ദന്റെ ഓർമ്മകളിൽ കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വന്ദേ മുകുന്ദം അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ PP മുകുന്ദൻ സേവാ പുരസ്കാരം ഡോക്ടർ MS സുനിൽ ഏറ്റുവാങ്ങി. ദേശഭക്തി സ്ഫുരിക്കുന്ന വരികളുള്ള ഗണഗീതങ്ങൾ പൊതുസമൂഹം അംഗീകരിക്കുന്നത് അഭിമാനാർഹമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച C. സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. വന്ദേ മുകുന്ദം എന്ന പേരിലായിരുന്നു മുകുന്ദേട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന PP മുകുന്ദന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. PP മുകുന്ദന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ PP മുകുന്ദൻ സേവാ പുരസ്കാരം ഡോക്ടർ MS സുനിൽ ചടങ്ങിൽ ഏറ്റുവാങ്ങി. 2 പതിറ്റാണ്ട് കാലത്തെ സേവന പ്രവർത്തന മികവാണ് ഡോക്ടറെ അവാർഡിന് അർഹയാക്കിയത്. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ പുരസ്കാരം നൽകി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാഷ്ട്രം എന്ത്, രാഷ്ട്രബോധം എന്ത് എന്ന് ഉത്ബോധനങ്ങളിലൂടെയല്ലാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന വ്യക്തിയായിരുന്നു PP മുകുന്ദൻ എന്ന് സദാനന്ദൻ മാസ്റ്റർ അനുസ്മരിച്ചു. സംഘമെന്ത്, സംഘടന എന്ത്, രാഷ്ട്രമെന്ത്, രാഷ്ട്രബോധം എന്ത്, വ്യക്തിഗതമായി നമ്മുടെ ധർമ്മം എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ ഉദ്ബോധനങ്ങളിലൂടെ അല്ലാതെ സാമീപ്യത്തിലൂടെ, സമ്പർക്കത്തിലൂടെ, അനുഭവങ്ങളുടെ വിശദീകരണത്തിലൂടെ സംഘകാര്യകർത്താക്കന്മാരെ നിർമ്മിച്ചെടുക്കുന്ന മഹത്വപൂർണമായ പ്രക്രിയയിൽ അഗ്രേസരനായിരുന്നു മുകുന്ദേട്ടൻ. ഗണഗീതം, വ്യക്തിഗീതം. പക്ഷെ ഗീതം എന്നുള്ളതൊന്നേ ഉള്ളൂ. ആ ഗീതം ദേശഭക്തി സ്ഫുരിക്കുന്ന വരികളടങ്ങിയ ഗീതങ്ങളായിരിക്കും. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. ഞാനെന്ന വ്യക്തിക്ക് ഈ സമൂഹത്തിൽ എന്തു ചെയ്യാനുണ്ട് എന്നെ ബോധ്യപ്പെടുത്തുന്ന വരികളായിരിക്കും. ഞാൻ ആര് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആശയങ്ങളുടെ ആവിഷ്കാരമായിരിക്കും. അതാണ് സംഘഗീതങ്ങൾ. ആ സംഘഗീതങ്ങൾ പൊതുസമൂഹം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, വത്സൻ തില്ലങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാമത്തെ PP മുകുന്ദൻ സേവാ പുരസ്കാരത്തിനാണ് MS സുനിൽ അർഹയായത്. നിരവധി അശരണർക്ക് വീട് വെച്ച് നൽകിയതും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതുമാണ് ഇവരെ തിരഞ്ഞെടുക്കാൻ കാരണം. ജനം, കോഴിക്കോട്.